നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പൊളിച്ചടുക്കിയ പ്രകടനമാണ് ടീം ഇന്ത്യ ഇന്ന് റായ്പൂരിൽ പുറത്തെടുത്തത്. വെറും 15.2 ഓവറുകളിൽ 209 എന്ന വിജയലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തി. ഇത് പുത്തൻ ചരിത്രമാണ്. ഹിസ്റ്ററി ബൈ ടീം ഇന്ത്യ. ദിസ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് 200+ റൺ ചേസ് ഇൻ T20I ഹിസ്റ്ററി. T20I ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 200 മുകളിലുള്ളൊരു സ്കോർ ചേസ് ചെയ്തെടുത്തതിൻ്റെ ചരിത്രമാണ് ഇവിടെ ടീം ഇന്ത്യ കുറിച്ചിരിക്കുന്നത്. ആ ചരിത്രം മാത്രമല്ല കേട്ടോ, മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സൂര്യകുമാർ യാദവിൻ്റെ അർദ്ധ സെഞ്ചുറി വന്നത് 23 പന്തുകളിൽ നിന്നായിരുന്നെങ്കിൽ 21 പന്തുകളിൽ നിന്ന് ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി കുറിച്ചുകൊണ്ട് അതും ചരിത്രമാണ്. ന്യൂസിലാൻഡിനെതിരെ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി കുറിക്കുന്ന ഇന്ത്യൻ ബാറ്ററായിട്ട് അദ്ദേഹം മാറി. കഴിഞ്ഞ കളിയിൽ 22 പന്തിൽ നിന്ന് അഭിഷേക് നേടിയിരുന്നു. ഇപ്പോൾ ഇഷാൻ 21 പന്തിൽ നിന്ന് നേടി, അത് തിരുത്തി കുറിച്ചിരിക്കുന്നു. സൂര്യ ഇതേ കളിയിൽ തന്നെ 23 പന്തുകളിൽ നിന്നും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂസിലാൻഡിനെ എടുത്തിട്ട് അലക്കുകയാണ് ഇന്ത്യൻ ബോയ്സ്. പൊളിച്ചെടുക്കുന്നു. ഇനി നോക്കണം, എന്തൊരു വളരെ വളരെ പരിതാപകരമായ ക്രിക്കറ്റാണ് ന്യൂസിലാൻഡ് ഇന്ന് കളിച്ചത്. ബാറ്റ് കൊണ്ടല്ല, ഫീൽഡിങ് സമയത്ത് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സാധാരണ കാണാത്ത, ന്യൂസിലാൻഡിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും നമ്മൾ കാണുന്ന ഹൈ സ്റ്റാൻഡേർഡ് ഫീൽഡിംഗ് ഒക്കെയാണ്. സിമ്പിൾ ക്യാച്ചുകൾ വരെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പരസ്പരം നോക്കി ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ. ഇതിപ്പോൾ ഫണ്ണി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഇൻ ദി എൻഡ് അവർ കളിച്ചത് ഒരു ബാഡ് ക്രിക്കറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നിന്ന് ബൗളിംഗ് ചേഞ്ചിൽ വന്നിട്ടുള്ള വലിയൊരു വീഴ്ച, ഇന്ന് കമൻറ്റേറ്റേഴ്സ് അത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതാണ് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കാരണമായത് എന്ന്. മറ്റൊന്നുമല്ല, 2 ഓപ്പണിംഗ് ബൗളർമാരും വിക്കറ്റുകൾ എടുത്തിരുന്നല്ലോ. അതായത് സഞ്ജു സാംസണിനെ പുറത്താക്കുന്നു, മാറ്റ് ഹെൻറി, ജേക്കബ് ഡഫി, അഭിഷേക് ശർമ്മയെ പുറത്താക്കുന്നു. 6-2 എന്ന നിലയിൽ നിന്ന് ഇന്ത്യ പിന്നീട് കുതിച്ചു കയറുന്ന കാഴ്ച. അതിന് ഏറ്റവും പ്രധാനമായി സംഭവിച്ചത്, ഈ ബൗളർമാരെ കൊണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട്, അവരെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യിക്കുന്നതിന് പകരം അവിടെ ബൗളിംഗ് ചേഞ്ച് വരുത്തി. ഫോക്സ് വന്നു, ഫോക്സിന് കിട്ടേണ്ടത് കിട്ടി. സാക് ഫോക്സിന് ആ ഒരൊറ്റ ഓവറിൽ, അതായത് ഇന്ത്യൻ ഇന്നിങ്സിലെ 3ാമത്തെ ഓവറിൽ മാത്രം കിട്ടിയത് 24 റൺസായിരുന്നു. അവിടെ ഒരു ബൗളിംഗ് ചേഞ്ച് ആവശ്യമായിരുന്നു, തെറ്റായ തീരുമാനമായിരുന്നു എന്ന് വിലയിരുത്തുന്ന കമൻറ്റേറ്റേഴ്സ്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് കമൻട്രിയിൽ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും. അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ടീമിന് ബാറ്റർമാർക്ക് റിലാക്സേഷൻ കൊടുത്തു, കളിയിലേക്ക് തിരികെ എത്താനുള്ള അവസരവും ഉണ്ടാക്കി എന്ന്. തീർച്ചയായിട്ടും അതൊരു റോങ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു എന്ന് കളി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ക്യാപ്റ്റന് മറ്റു ചില പ്ലാനുകൾ ഉണ്ടായിരുന്നിരിക്കാം. ആ പ്ലാൻ ഇവിടെ വർക്കാവാൻ ഇഷാൻ കിഷൻ സമ്മതിച്ചില്ല, പിന്നാലെ സൂര്യയും സമ്മതിച്ചില്ല. നമ്മൾ ചരിത്രം കുറിച്ച് വിജയിച്ചേറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.